ഹലോ നമസ്കാരം എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അവാക്കാഡോ ബനാന റെസിപ്പിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അവർ ഒട്ടും മടുപ്പില്ലാതെ നല്ല കൊതിയോടെ കഴിക്കുന്ന മറ്റൊരു സൂപ്പർ വെയിറ്റ് ഗെയിൻ റെസിപ്പിയുമായിട്ടാണ്. ചീസും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള മാഷ്. കുഞ്ഞുങ്ങൾക്ക് 8 മാസം കഴിയുമ്പോൾ മുതൽ ധൈര്യമായി ഇത് കൊടുത്തു തുടങ്ങാം. ചീസിലുള്ള നല്ല കൊഴുപ്പും പ്രോട്ടീനും കുഞ്ഞിൻ്റെ ശരീരപുഷ്ടി കൂടാൻ ഒത്തിരി സഹായിക്കും. എന്തുകൊണ്ട് ചീസും ഉരുളക്കിഴങ്ങും അഡ്വൈസ് ചെയ്യുന്നു? ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും, അതായത് ചീസിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീനും ഫാറ്റും കുഞ്ഞുങ്ങളുടെ പേശികൾക്ക് ബലമുണ്ടാക്കാനും ഹെൽത്തിയായി തടി വയ്ക്കാനും സഹായിക്കുന്നു. കാൽഷ്യത്തിൻ്റെ ഒരു പവർ ഹൗസ് ആണ്. അതായത് ചീസിലും പാലിലും ധാരാളമായി കാൽഷ്യം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ല ഉറപ്പ് കിട്ടും. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചീസ് കൂടി ചേരുമ്പോൾ നല്ലൊരു ചീസി ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ പോലും ഇത് പെട്ടെന്ന് കഴിച്ചോളും. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: ഉരുളക്കിഴങ്ങ് പകുതി വേവിച്ചത്, പ്രോസസ്ഡ് ചീസ് ക്യൂബ് പകുതി, പശുവിൻ നെയ്യോ വെണ്ണയോ 1/2 ടീസ്പൂൺ, ചെറു ചൂടുവെള്ളം ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തൊലി കളഞ്ഞ് പ്രഷർ കുക്കറിലോ പാത്രത്തിലോ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫോർക്ക് ഉപയോഗിച്ച് ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഉടച്ചെടുക്കുക. ചൂടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർക്കുക. ഒപ്പം ചീസ് നന്നായി ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇടുക. ഉരുളക്കിഴങ്ങിൻ്റെ ചൂടിൽ കിടന്ന് ചീസ് നന്നായി ഉരുകിക്കോളും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ലൂസാകാൻ അല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം കുഞ്ഞിന് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഉപ്പ് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. ചീസിൽ സ്വാഭാവികമായി തന്നെ അല്പം ഉപ്പിൻ്റെ അംശം ഉണ്ടാകും. അതുകൊണ്ട് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി അളവ് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചീസ് നൽകുക. കുഞ്ഞിന് ദഹനക്കേടില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പതിയെ അളവ് കൂട്ടാം. മൂന്നാമതായി മികച്ച സമയമാണ്. ദഹിക്കാൻ അല്പം സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊടുക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇത് മെഡിക്കലി പൂർണ്ണമായും തെളിയിക്കപ്പെട്ടതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് 8 മാസം മുതൽ ചീസ് നൽകാം എന്നത് ആഗോള പീഡിയാട്രിക്സ് ഗൈഡ് ലൈനുകൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ശാസ്ത്രീയമായ വശങ്ങൾ കൂടി പറഞ്ഞു തരാം. പ്രോട്ടീനും നല്ല കൊഴുപ്പും. പശുവിൻ പാലിൽ നിന്ന് നിർമ്മിക്കുന്ന ചീസിൽ ഉയർന്ന അളവിൽ കാൽഷ്യവും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ പേശികളുടെ വളർച്ചയ്ക്കും എല്ലുകളുടെ ബലത്തിനും ഹെൽത്തിയായി ഭാരം കൂടാനും സഹായിക്കും. ചീസ് നിർമ്മാണ പ്രക്രിയയിൽ അതിലെ ലാക്ടോസ് വലിയൊരു അളവ് മാറിപ്പോകുന്നത് കൊണ്ട് സാധാരണ പശുവിൻ പാൽ കുടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചീസ് ദഹിക്കും. സോഡിയത്തിൻ്റെ അളവ്, അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെ പ്രോസസ് ചീസോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് പനീറോ കോട്ടേജ് ചീസോ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചീസിൽ നാച്ചുറലായി തന്നെ ലേശം സോഡിയം ഉള്ളതുകൊണ്ട് ഇതിൽ പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് ശരീരപുഷ്ടിയും എല്ലുകൾക്ക് നല്ല ബലവും വയ്ക്കാൻ സഹായിക്കുന്ന ഈ ചീസ് പൊട്ടറ്റോ മാഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഒരേ ടേസ്റ്റിലുള്ള കുറുക്കുകൾ കഴിച്ച് മടുത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാന്തരം വെറൈറ്റി റെസിപ്പിയാണിത്. പക്ഷേ ഒരു കാര്യം എൻ്റെ അമ്മമാർ എപ്പോഴും ശ്രദ്ധിക്കണം. തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുള പോലെ തടിപ്പിക്കുക അല്ല എന്നർത്ഥം. കുഞ്ഞിന് നല്ല എനർജിയും പ്രതിരോധശേഷിയും ഉണ്ടാകുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുടെ തടി കണ്ട് ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇത് കൊടുത്തു നോക്കിയിട്ട് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.